നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. സൗദിയിലെ താൽക്കാലിക തൊഴിൽ വിസ കാലാവധി 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പുതിയ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയത്. താൽക്കാലികമായ ഈ തൊഴിൽ വിസയിൽ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ്. കുവൈറ്റിലെ സഹൽ ആപ്പ് ഉപയോഗിച്ച് ഇനി ട്രാഫിക് പിഴകൾ എളുപ്പത്തിലടയ്ക്കാം. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിഴയുണ്ടെങ്കിൽ അടയ്ക്കുന്നതിനും സഹൽ ആപ്പിൽ സൗകര്യം ലഭ്യമാണ്. പത്തനംതിട്ട സ്വദേശിയായ അധ്യാപകൻ UAE-യിൽ മരിച്ചു. അങ്ങാടിക്കൽ കൊന്നമത്ത് രാഘവൻ ഉണ്ണിത്താൻ്റെ മകൻ ബിൻകുമാറാണ് റാസൽ ഖൈമയിൽ നിര്യാതനായത്. റാക്ക് ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ അധ്യാപകനായിരുന്നു. ജോലി രാജിവെച്ച് യൂറോപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ബിൻകുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. ദുബായിൽ എല്ലാ നവജാത ശിശുക്കൾക്കും ദുബായ് ലേണേഴ്സ് പാസ്പോർട്ട് നൽകും. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. ഇവരുടെ വിദ്യാഭ്യാസ യാത്ര ട്രാക്ക് ചെയ്യാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാതാപിതാക്കളെ സഹായിക്കാനും വേണ്ടിയാണ് ഈ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മിന്നുന്ന വിജയം നേടിയ ഷാഫി പറമ്പിൽ എംപിക്ക് പ്രവാസി പ്രവർത്തകർ ഖത്തറിൽ സ്വീകരണം നൽകുന്നു. ഒക്ടോബർ 5 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ അൽ അറബ് സ്റ്റേഡിയത്തിലാണ് സ്വീകരണം. വടകര പാർലമെന്റ് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകുന്ന സ്വീകരണ സമ്മേളനത്തിൽ ഷാഫി പറമ്പിലിന് പുറമെ UDF നേതാക്കളും പങ്കെടുക്കും. വനിതാ ശാസ്ത്രജ്ഞ ഡോക്ടർ ടെസ്സി തോമസിന് ഈ വർഷത്തെ മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ സാംസ്കാരിക അവാർഡ്. മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം വിഭാഗം കൺവീനർ അജിത് വാസുദേവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അഗ്നി, പരവീഴ്ച, നാഗി തുടങ്ങിയ ആധുനിക മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ നടത്തിയത് പരിഗണിച്ചും സ്ത്രീ ശാക്തീകരണം, വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രവും സാങ്കേതികവും പ്രോത്സാഹിപ്പിക്കുന്നതിലും ഡോക്ടർ ടെസ്സി തോമസ് നൽകിയിട്ടുള്ള പങ്കുകൾ പരിഗണിച്ചുമാണ് അവാർഡിന് തിരഞ്ഞെടുത്തതെന്ന് കൺവീനർ അജിത് വാസുദേവൻ അറിയിച്ചു. കൊലക്കേസ് പ്രതിയായ സൗദി പൗരന് മക്ക പ്രവിശ്യയിൽ ഇന്നലെ വധശിക്ഷ നടപ്പാക്കി. സൗദി പൗരൻ ഷർക്കി ബിൻ ഷാവൂസ് ബിൻ അഹമ്മദ് അൽ ഹർബിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ അഹമ്മദ് ആലുജാബിർ അൽ ഹർബിക്കാണ് ശിക്ഷ നടപ്പാക്കിയത്. കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് വധശിക്ഷ വിധിച്ച വിചാരണ കോടതി കൊല്ലപ്പെട്ടയാളുടെ മക്കൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് ശേഷം പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ അഭിപ്രായം അറിയിക്കുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. യുദ്ധ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി ദുബായിൽ നിന്ന് നിർത്തലാക്കിയ ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള ഫ്ലൈ ദുബായ് വിമാനങ്ങൾ നാളെ പുനരാരംഭിക്കുമെന്ന് എയർലൈൻ വക്താവ് പറഞ്ഞു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആവശ്യമെങ്കിൽ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഭേദഗതി ചെയ്യുമെന്നും അറിയിച്ചു. റിയാദിൽ മരിച്ച കേളി കലാ സാംസ്കാരിക വേദി റൗദ ഏരിയ ബഗ്ലഫ് യൂണിറ്റ് അംഗമായ വിജയകുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. തിരുവനന്തപുരം വഞ്ചൂർ കട്ടപ്പറമ്പ് സ്വദേശിയാണ്. റിയാദിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ജോലി കഴിഞ്ഞ് രാത്രിയിൽ റൂമിലെത്തി വിശ്രമിക്കുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുകയും സഹതാമസക്കാരുടൻ എക്സിറ്റ് 9 ആസ്റ്റർ സനത് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. ഇവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. കൃത്രിമ ശീതളപാനീയങ്ങൾക്കും എനർജി പാനീയങ്ങൾക്കും സൗദിയിലെ പ്രൈമറി, മിഡിൽ തല സ്കൂളുകളിൽ വിലക്ക്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ബാഷ്പീകരിച്ച പാൽ, കണ്ടൻഡ് മിൽക്ക്, ഫ്ലേവർഡ് മിൽക്ക് എന്നിവ കൊടുത്തുവിടാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കുട്ടികളുടെ ശാരീരിക, മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പോഷകാഹാര മാർഗ്ഗനിർദ്ദേശങ്ങളിലാണ് ഭക്ഷണപാനീയങ്ങൾ അടക്കമുള്ളവയിൽ നിരവധി നിയന്ത്രണങ്ങളും നിരോധനവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.